അസ്സലാമു അലൈക്കും, വെൽക്കം ടു നാസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കാരണം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം, അതായത് കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടെങ്കിൽ വളരെ തിരക്കുള്ള ഒരു സമയമാണ് രാവിലത്തെ ആ ഒരു സമയം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കറിയും പൂരി ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഈ കറി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വെജിറ്റബിളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ സ്റ്റൂ, അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് പൊട്ടാറ്റോ ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ചെറിയ പൊട്ടാറ്റോ 3 എണ്ണം. ഇതേപോലെ പൊട്ടാറ്റോനനുസരിച്ചിട്ട് തന്നെ 3 ചെറിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 1.5 വലിയ തക്കാളി, അത് ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇത് കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടി മല്ലിയില, 3 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് ഓയിൽ, റീഫൈൻഡ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ്, തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ്, പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി. ഇതൊരു ചെറിയൊരു ടേസ്റ്റിന് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതായാലും തിരക്കിട്ടിട്ട് നമ്മൾ രാവിലെ ജോലിക്ക് തിരക്കിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചെയ്യുമ്പോൾ കുക്കറായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ ചൂടായ കുക്കറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച സവാളയിൽ നിന്ന്, അതായത് ഉള്ളിയിൽ നിന്ന് കുറച്ച്, അതൊരു ഇത്രയും ഉള്ളി നമ്മൾ ഇടുകയാണ് ഇതിലേക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ, അതായത് ഓയിലിൽ ഉള്ളി മൊരിഞ്ഞ് വരുന്ന ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് മൊരിച്ചെടുക്കാം. ഉള്ളി ഇതേപോലെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉള്ളി, അതായത് 3 ഉള്ളിയാണ്, നേരിയതായിട്ട് അരിഞ്ഞ 3 ഉള്ളി, അത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു ഉള്ളി നന്നായി ബ്രൗൺ കളറാവണ്ട. അപ്പോൾ ഈ ബ്രൗൺ കളറാവുമ്പോൾ നമ്മുടെ കറിൻ്റെ കളറ് ചേഞ്ചസ് വരും. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, സാധാരണ ഞാൻ പറയാറുണ്ട്, ഈ സവാള ഇതൊക്കെ പെട്ടെന്ന് വഴറ്റി വരണമെങ്കിൽ നമ്മൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അതേപോലെ ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളി ഓയിലിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച തക്കാളി, ഞാൻ പറഞ്ഞു 1.5 വലിയ തക്കാളിയാണ് ഉപയോഗിച്ചത്. അഥവാ ചെറിയ തക്കാളിയാണെങ്കിൽ 2 മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. തക്കാളി ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ 3 പച്ചമുളക് ഞാൻ ചേർത്തത് 3 എണ്ണമാണ്. അപ്പോൾ ചിലവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും കൂടെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കൂടുതലും കുറച്ച് ഉപയോഗിക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഒരുപാട് ഈ തക്കാളി എനിക്ക് തോന്നുന്നു വഴറ്റിങ്ങനെ തക്കാളി മെൽറ്റായി വരണ്ട. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഇത്രയും മതിയാവും. ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ മതിയാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സവാളയും തക്കാളിയും ഒന്ന് നല്ലോണം വെന്ത് വരാനാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ തക്കാളിയും ഈ സവാളയൊക്കെ നല്ല തെളിഞ്ഞ് കാണും. അപ്പോൾ അത് ശരിക്കും ഒരു നല്ല ഇതല്ല. അപ്പോൾ നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് 2 വിസിലിന് കാത്തിരിക്കാം. നമ്മൾ കുക്കറിൽ വെച്ചിട്ട് എനിക്ക് 2 വിസിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തീമ കളയാം. ഞാൻ സാധാരണ അധികം ഞാൻ ചെയ്യാറ് ഈ കുക്കർ എടുത്തിട്ട് ഞാൻ ബേസിനിൽ വെച്ചിട്ട് വെള്ളം വയ്ക്കും. പക്ഷെ ശരിക്കും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ തിരക്കുള്ള സമയത്ത് ഇതൊക്കെ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, തീമ കളഞ്ഞ് നമുക്ക് കുക്കറിനൊന്ന് തുറന്ന് നോക്കാം. ഇതേപോലെ ഈ ഉള്ളി തക്കാളി ഇതൊക്കെ നമുക്ക് വഴറ്റുന്ന സമയത്ത് നല്ലോണം മെൽട്ടായി വരണമെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ പെട്ടെന്ന് മെൽട്ടായി വരും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
വളരെ നന്നായിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ ചേർക്കാം. 3 ചെറിയ പൊട്ടാറ്റോ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഇത്രയും കൂടെ, അതായത് പൊട്ടാറ്റോ വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. ഈ പൂരിക്കും ചപ്പാത്തിക്കും നമ്മൾ ഈ പൊട്ടറ്റോ സ്റ്റൂ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ ഗ്രേവി ഉണ്ടാകാനുള്ള ഒരു ഒത്ത പാകത്തിനുള്ള കറി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പൊട്ടറ്റോ വേവിച്ചെടുക്കാം. ഇത്രയും വെള്ളം ചേർത്താൽ മതി. പൊട്ടറ്റോ ഇനി വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലും മല്ലിയിലും ഒക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെയാണ് പൊട്ടറ്റോ വേവിക്കാൻ വെച്ചത്. പൊട്ടറ്റോ വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പാണ് ഞാൻ എടുത്തത്. ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മല്ലിയില. മല്ലിയിലൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടേസ്റ്റിന് മാത്രമാണ് ഒരു പിടി, ഇത്രേ ഞാൻ ഇടുന്നുള്ളൂ, കുരുമുളക്. ഒരുപാട് ചേർക്കണ്ട, ആ ഒരു ടേസ്റ്റിന് മാത്രം കുരുമുളക് ചേർത്ത് മിക്സ് ചെയ്യാം. തിളച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു സേവ് ഡിഷിലേക്ക് മാറ്റാം. ചിലവർ ചോദിക്കും വെളുത്തുള്ളി ഇടണ്ടേ, ഇഞ്ചി ഇടണ്ടേ എന്നൊക്കെ. പക്ഷെ ഒന്നും ചേർക്കണ്ട. വെറും തക്കാളിയും ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും പിന്നെ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഓയിൽ, ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവറാണ്. അത് നമ്മൾ ശരിക്കും പൊട്ടറ്റോ ബാജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരുപാട് മസാലകളൊക്കെ ചേർത്തിട്ട് വെറൈറ്റി ഒരുപാട് ബാജി ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ സ്പെഷ്യൽ, അതായത് ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റൂ റെസിപ്പി കണ്ടു. വളരെ ഈസിയാണ് അല്ലേ? ഇൻഗ്രീഡിയൻസും ഒരുപാട് ഇല്ല, വീട്ടിലൊക്കെ ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ രാവിലത്തെ ഈ തിരക്കിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ തിരക്കിന് പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ അറിയുന്നത്. പിന്നെ നമ്മൾ ഈ രാവിലെ നിങ്ങൾ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കുട്ടികളിപ്പോൾ വലുതായി. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ നേരം പൂരി കുഴച്ച് ചെറിയ അതായത് ഉരുട്ടി ചില ഉരുളകളാക്കിയിട്ട് നമ്മൾ പൊടിയിൽ, അതായത് നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന പൊടിയിൽ മുക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് ക്ലീൻ ഫിലിം കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് രാവിലെ ഞങ്ങൾ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ അതെടുത്ത് പുറത്ത് വെച്ച് പൂരിയൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു കറിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സവാളയൊക്കെ റെഡിയാക്കി എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ച് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അതായത് പൊട്ടറ്റോ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഈ പൊട്ടറ്റോയിൽ എനിക്ക് തോന്നുന്നു അയൺ കുറച്ച് കൂടുതലായിരിക്കും. അതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു കളർ വ്യത്യാസം വരും, ഒരു കറുപ്പ് കളറാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടറ്റോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവില്ല. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. തിരക്കുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് തന്നെ, തിരക്കുള്ള സമയത്ത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ എന്നല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട കമൻസ് എന്നെ അറിയിക്കുക. ഒരുപാട് കമൻസിന് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. കമൻസ് അറിയിക്കാം, പിന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത ഈസി റെസിപ്പിയുമായി വരുന്നവരേക്കും ഹാവ് എ നൈസ് ഡേ.